കേവലം കണ്ണുകൊണ്ട് മാത്രമല്ല, ഹൃദയം കൊണ്ട് കാണാൻ നമ്മൾ നടത്തുന്ന ശ്രമമാണ് മാർഗം, ദ വേ. കുരിശാരംഭിക്കുന്നത് വിധിയിലല്ല, ക്ഷമയിലാണ്. ചരിത്രത്തിൽ മുഴങ്ങിയതിൽ ഏറ്റവും അസ്വാഭാവിക വാക്ക്, ആ അസ്വാഭാവികതയാണ് ക്രിസ്ത്യാനിറ്റിയുടെ കോർ. നമ്മുടെ പാപം വലുതാണ്, പക്ഷെ ദൈവത്തിൻ്റെ കരുണ അതിനേക്കാൾ വലുതാണ്. അവൻ്റെ രക്തമൊഴുക്കിയവർക്ക് വേണ്ടിയാണ് അവൻ്റെ രക്തമൊഴുകിയതെന്ന്. കുരിശിൽ അവൻ ആരെയും ശപിച്ചില്ല. ഒരു പക്ഷേ ജോൺ ക്രിസോസ്റ്റം പിതാവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പീഡനത്തിൻ്റെ നടുവിലും ഹി വാസ് സ്റ്റിൽ ദ സേവിയർ, ഹി വാസ് സ്റ്റിൽ ദ ക്രൈസ്റ്റ്. എല്ലാം ചുറ്റുമുള്ളത് നന്നായിരിക്കുമ്പോൾ നമ്മൾ നന്നായി ബിഹേവ് ചെയ്യുന്നത് എനിവൺ ക്യാൻ ഡൂ ദാറ്റ്. ചുറ്റുമുള്ളതെല്ലാം നമുക്ക് വിപരീതമാകുമ്പോൾ, നമുക്കെതിരാകുമ്പോൾ, ആ നേരത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പേരാണ് നമ്മുടെ ക്വാളിറ്റി. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ആരെയും ശപിച്ചില്ല, മറിച്ച് അവൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് സ്നേഹത്തിൻ്റെ വിജയം. അതുകൊണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മിച്ചമുണ്ടെങ്കിൽ, നിങ്ങളെ പീഡിപ്പിച്ചൊരാളെ ഇപ്പോഴും വെറുപ്പോടെ ഓർക്കുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചു പ്രാർത്ഥിക്ക്. അതിൻ്റെ നന്മ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. കർത്താവിൻ്റെ കരം പിടിച്ച് മിശിഹായുടെ പീഠാനുഭവത്തെ, കുരിശുമരണത്തെ ഇങ്ങനെ ക്ലോസപ്പിൽ കേവലം കണ്ണുകൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ട് കാണാൻ നമ്മൾ നടത്തുന്ന ശ്രമമാണ് മാർഗം, ദ വേ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന ഈ നോമ്പുകാല ധ്യാനത്തിൻ്റെ 31ാമത്തെ ചാപ്റ്ററിലേക്ക്, 31ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇത് കേൾക്കുക, മറ്റുള്ളവർക്ക് പ്രാർത്ഥനയോടെ പങ്കുവയ്ക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഒരു പക്ഷേ ഏറ്റവും പെയിൻഫുൾ ഹോംവർക്ക് ചെയ്യാനുള്ള ദിവസമാണ് ഇന്നത്തെ മാർഗം. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ സപ്തവാക്യങ്ങളിൽ 7 വാക്യങ്ങൾ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. അത് തന്നെ അർത്ഥമുള്ളതാണ്. കാരണം 7 പൂർണ്ണതയുടെ സംഖ്യയാണ് ബൈബിൾ അനുസരിച്ച്. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ 7 വാക്യങ്ങൾ പറഞ്ഞു എന്നത് കുരിശിലും അവൻ്റെ പഠിപ്പീരിൻ്റെ പൂർണ്ണത നമുക്ക് പകർന്നു തരികയാണ്. ആ 7 വാക്യങ്ങളിൽ 1ാമത്തെ വാക്യം, അവൻ കുരിശിൽ കിടന്നുകൊണ്ട് ആദ്യം പറഞ്ഞ വാക്യം, ശരീരം തകർക്കപ്പെട്ട് കൈത്തണ്ടയിലും കാൽപാദങ്ങളിലും ആണി അടിച്ച് കഠോര വേദനയിലൂടെ കടന്നു പോകുമ്പോഴും അവൻ്റെ ഹൃദയം പടച്ചത് മാധ്യസ്ഥ്യം വഹിക്കാനായിരുന്നു. അവൻ്റെ ഹൃദയം ആഗ്രഹിച്ചത് മനുഷ്യകുലത്തിനു വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുക. കുരിശാരംഭിക്കുന്നത് വിധിയിലല്ല, ക്ഷമയിലാണ്. കുരിശാരംഭിക്കുന്നത് ജഡ്ജ്മെൻറ്റിലല്ല, ഫോർഗീവ്നെസ്സിലാണ്. ക്ഷമിച്ചുകൊണ്ടാണ് കുരിശാരംഭിക്കുന്നത്. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു, പിതാവേ, അവരോട് പൊറുക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. ലൂക്കാസ് സുവിശേഷം 23-ാം അധ്യായം 33-34 വാക്യങ്ങൾ. ലൂക്കാസ് സുവിശേഷം 23-ാം അധ്യായം 33-34 വാക്യങ്ങൾ. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. ആ കുറ്റവാളികളെയും ഒരുവനെ അവൻ്റെ വലത്തുവശത്തും ഇതരനെ ഇടത്തുവശത്തും ക്രൂശിച്ചു. ഈശോ പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. കുരിശിൽ കിടന്നുകൊണ്ട് ഒരാൾക്ക് അനുഭവിക്കാവുന്ന വേദനയുടെ പാരമ്യത്തിൽ നിന്നുകൊണ്ട് തൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നത് കണ്ട് അതിൻ്റെ നോവ് പേറി നിൽക്കുന്നൊരു നേരം, മനുഷ്യരുടെ അപമാനത്തിൻ്റെ ഇരയായി നിൽക്കുന്നൊരു നേരത്ത്, ഒരുപാട് പേരുടെ നിസ്സംഗഭാവം നിറഞ്ഞ മുഖം കണ്ടുകൊണ്ട് ഈശോ പറഞ്ഞത് എതിർപ്പല്ല, ഈശോ ദേഷ്യപ്പെടുകയല്ല, അവൻ ആരെയും കുറ്റം വിധിക്കുകയല്ല, പ്രാകുകയല്ല, പള്ളു പറയുകയല്ല. കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ഘോരവേദനയുടെ പാരമ്യത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ട്? കർത്താവിന് വേണ്ടിയിട്ടല്ല, നോട്ട് ഫോർ ഹിംസെൽഫ്, മറ്റുള്ളവർക്ക് വേണ്ടി. ആരാണ് ഈ മറ്റുള്ളവർ? തൻ്റെ പീഡകർക്ക് വേണ്ടി, തൻ്റെ മേൽ പീഡനമേൽപ്പിക്കുന്നവർക്ക് വേണ്ടി കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ. ഇതാണ് ഇന്നലത്തെ മാർഗത്തിൽ ഞാൻ പറഞ്ഞത്, ദ മോസ്റ്റ് അൺനാച്ചുറൽ വേർഡ്സ് എവർ അട്ടേർഡ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ മുഴങ്ങിയതിൽ ഏറ്റവും അസ്വാഭാവിക വാക്ക്, ആ അസ്വാഭാവികതയാണ് ക്രിസ്ത്യാനിറ്റിയുടെ കോർ. ആ അസ്വാഭാവികതയിലാണ് ക്രിസ്തീയത അതിൻ്റെ യുണീക്നെസ്, അതിൻ്റെ വ്യതിരക്തത കണ്ടെത്തുന്നത് എന്ന് തിരിച്ചറിയണം. ഇവിടെ ഈശോ ഒരേ സമയം വിക്റ്റിമാകുന്നു,
ഒരേ സമയം അവൻ ബലിവസ്തുവാകുന്നു, അവൻ പുരോഹിതനാകുന്നു. ഹീ ഈസ് ബിക്കമിങ് വിക്ടിം ആൻഡ് പ്രീസ്റ്റ് അറ്റ് ദ സെയിം ടൈം ഓൺ ദ ക്രോസ്. കുരിശിൽ അവൻ ബലിവസ്തുവും പുരോഹിതനുമാകുന്ന രംഗം ഇതാണ്. അതായത് യഹൂദ രീതിയിൽ മഹാപുരോഹിതൻ പാപപരിഹാര ബലിയർപ്പിക്കുവാൻ ബലിവസ്തുമായി പരിശുദ്ധ സന്നിധിയിൽ ഹോളി ഓഫ് ഹോളീസിൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ജനത്തിന്റെ പാപത്തിനു വേണ്ടി കരുണ യാചിക്കുന്നു. പുരോഹിതന്റെ കൈകളിൽ ബലിവസ്തു, അധരങ്ങളിൽ കരുണയ്ക്കായുള്ള നിലവിളി. ഇവിടെ ആ ബലിവസ്തുവും പ്രാർത്ഥനയും ഒരാൾ തന്നെ. ഈശോ തന്നെ ബലിവസ്തു, ഈശോ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തോട് ജനത്തിനു വേണ്ടി കരുണയാചിക്കുന്ന കർത്താവ് മഹാപുരോഹിതനാകുന്ന മൊമെന്റാണ് കുരിശിൽ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ക്രോസ് ഈസ് ബിക്കമിങ് ദ ലിറ്റർജി ഓഫ് മേഴ്സി. കുരിശ് ദൈവകരുണയുടെ ആരാധനയുടെ നിമിഷമായി മാറുകയാണ്. ദൈവകരുണയുടെ ആരാധനാക്രമമാണ് കുരിശ്. ക്രോസ് ഈസ് ബിക്കമിങ് ദ ലിറ്റർജി ഓഫ് മേഴ്സി. ഈ ഭാഗത്തെ ശാന്തതയോടെ ഇരുന്ന് എപ്പോഴെങ്കിലും നിശബ്ദതയിൽ ധ്യാനിക്കാൻ നമുക്ക് കഴിയണം. പഴയ നിയമത്തിലേക്ക് നമുക്ക് പോകാം. പഴയ നിയമത്തിൽ നമ്മളെപ്പോഴും മാർഗത്തിൻ്റെ സീരീസിലുടനീളം നമ്മൾ പഠിക്കുന്ന ഒരുപാട് പേര് പറഞ്ഞു, അച്ചോ ഇങ്ങനെ ഒരു ഭാഗം ഞങ്ങൾ ബൈബിളൊക്കെ വായിച്ച് വന്നിട്ടുണ്ടെങ്കിലും ഈ ഭാഗം ഇപ്പോഴാണ് ഇത്രയും ഇതിൻ്റെ ആഴം. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കർത്താവിനെക്കുറിച്ച് അക്ഷരം തെറ്റാതെ ഇങ്ങനെ പ്രവചിച്ചെഴുതി വെച്ചിരിക്കുന്ന ഭാഗം ഏതാത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, സഹനദാസന്റെ ഭാഗം, യേശയ്യാ 53:12. ഇതിനെക്കുറിച്ചും ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിനെക്കുറിച്ചും സൂചന യേശയ്യാ നൽകി വെച്ചിട്ടുണ്ട്. യേശയ്യാ 53:12 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും, ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. കർത്താവിൻ്റെ വലത്തും ഇടത്തും കള്ളന്മാരെ കുരിശിൽ തറയ്ക്കുന്നു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ കുരിശിൽ മരിച്ചത്. അടുത്തത്, അതിക്രമങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ചു. തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി അവൻ മാധ്യസ്ഥ്യം വഹിക്കുന്നു. അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് കർത്താവിൽ എത്ര ഭംഗിയായിട്ടാണ് പൂർത്തിയാകുന്നതെന്ന് നിങ്ങൾ കാണുക. ഇനിയും പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 30-33 വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് എക്സഡസ് ചാപ്റ്റർ 32 വേഴ്സസ് 30-33 നമ്മൾ കാണുന്നത് മോശ ഇസ്രായേലിൻ്റെ അതിക്രമങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ തിരുമുമ്പാകെ മാധ്യസ്ഥ്യം യാചിക്കുന്ന മോശയെ നമ്മൾ കാണും. മോശ ദൈവകരുണയ്ക്കു വേണ്ടി, മേഴ്സിക്കു വേണ്ടി കർത്താവിനോട് യാചിക്കുന്നു. ഇവിടെ ഈശോ, അവിടെ മോശ മേഴ്സിക്കു വേണ്ടി, കരുണയ്ക്ക് വേണ്ടി യാചിച്ചെങ്കിൽ ഈശോ ബലിയർപ്പിച്ച്, തന്നെ ബലിയർപ്പിച്ച് ദൈവകരുണയ്ക്കായി ലോകത്തിന് വേണ്ടി, ജനത്തിനു വേണ്ടി യാചിക്കുന്നു. ദാറ്റ് മീൻസ് ജീസസ് ബിക്കമിങ് ദ ന്യൂ ആൻഡ് ഗ്രേറ്റർ മോസസ്. ഈശോ പുതിയ മോശയാകുന്നു, ഉപരിയായ മോശയായിട്ട് ഈശോ മാറുന്നു. ഇനിയും മൂന്നാമത്തത് പഴയ നിയമത്തിൽ നിന്ന് ജനസിസ്, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യം. ദ ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 50 വേഴ്സ് 20. അവിടെ യൗസേപ്പ് തന്നെ പീഡിപ്പിച്ച തൻ്റെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്ന കാഴ്ച നമുക്ക് കാണും. അപ്പോൾ ഈ യൗസേപ്പ്, പൂർവ്വ യൗസേപ്പ് ജോസഫ്, ഹി പ്രീഫിഗേഴ്സ് ജീസസ്. ഈശോയുടെ പ്രീഫിഗറായിട്ട് ജോസഫ് മാറുന്നു. പക്ഷെ അപ്പോഴൊരു കാര്യം ഓർക്കണം, ഈശോ ക്ഷമിക്കുമ്പോൾ ഈവിൾ ഈസ് സ്റ്റിൽ ഹാപ്പനിങ്. ദ്രോഹം, തിന്മ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശോ ക്ഷമിക്കുകയാണ്. ആ സമയത്തും ഈശോ ക്ഷമിക്കുകയാണ്. ജോസഫിൻ്റെ അത് നടന്നു കഴിഞ്ഞു. നമുക്ക് അത് പറ്റുമെന്ന് നോക്കണം. നമുക്ക് നമ്മളോട് ചെയ്തു വെച്ച മുറിവുകൾ, ഏൽപ്പിച്ച മുറിവുകൾ പോലും ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഈശോയുടെ ക്ഷമയുടെ പ്രത്യേകത, അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് നിന്ന് അതിക്രമം, പീഡനം വന്നുകൊണ്ടിരിക്കുന്നു, ഈശോ ക്ഷമിച്ചുകൊണ്ടേയിരിക്കുന്നു. സാൽവേഷൻ ഹിസ്റ്ററി, രക്ഷാകര ചരിത്രത്തിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? വളരെ ലളിതമാണ്. സിൻ ഈസ് ഗ്രേറ്റ് ബട്ട് ഗോഡ്സ് മേഴ്സി ഈസ് ഈവൻ ഗ്രേറ്റർ. നമ്മുടെ പാപം വലുതാണ്, പക്ഷെ ദൈവത്തിൻ്റെ കരുണ അതിനേക്കാൾ വലുതാണ്. മനുഷ്യർ നിലവിളിച്ചു, ക്രൂസിഫൈ ഹിം, അവനെ ക്രൂശിക്കുക. ഹ്യൂമാനിറ്റി ക്രൈഡ്, ക്രൂസിഫൈ ഹിം, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് മനുഷ്യകുലം നിലവിളിച്ചെങ്കിൽ അവരോട് പൊറുക്കുക എന്ന് പ്രാണൻ പിടയുന്ന വേദനയിൽ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിനോട് നിലവിളിച്ചു. നമ്മൾ പറഞ്ഞത് അവനെ ക്രൂശിക്കുക, അവൻ പറഞ്ഞത് അവരോട് ക്ഷമിക്കുക. അവൻ പ്രാർത്ഥിച്ചത്. നമ്മൾ നീതിമാന്മാരായിരിക്കുകയല്ല, നമ്മൾ പാപികളായിരിക്കെ കർത്താവ് നമുക്ക് വേണ്ടി പീഡയേറ്റു, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു.
റോമ ലേഖനം 5:10, ദ ലെറ്റർ ടു ദ റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 10. അവിടെ നമുക്കിത് കാണാൻ പറ്റും. നീതിമാന്മാർക്ക് വേണ്ടിയല്ല, പാപികളായിരിക്കെ നമ്മുടെ പാപാവസ്ഥയിൽ കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്നു, പൊറുക്കുന്നു. 2-3 കാര്യങ്ങൾ ഈ രംഗത്ത് നിന്ന്, ഈ യാഥാർത്ഥ്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ക്രോസ് ബിക്കംസ് ദ സോഴ്സ് ഓഫ് ഡിവൈൻ ഫോർഗീവ്നെസ്. കുരിശിൽ നിന്നാണ് കരുണ നമ്മളിലേക്ക് ഒഴുകുന്നത്. അതൊരു വ്യക്തിയിലേക്ക് മാത്രമല്ല, ടു ദ എൻറ്റയർ വേൾഡ്. നമ്മൾ ചെയ്തു വെച്ച ഏത് മഹാപരാധങ്ങളിലേക്കും കർത്താവിൻ്റെ കരുണ ഒഴുകുന്ന മൊമെൻ്റാണിത്. കരുണയുടെ ഉറവിടമാണ് കുരിശ്. ഫ്രം ദാറ്റ് ക്രോസ് ഡിവൈൻ മേഴ്സി ഫ്ലോസ് ടു ദ എൻറ്റയർ വേൾഡ്. ലോകം മുഴുവനിലേക്കും ദൈവകരുണ ഒഴുകുന്നു. രണ്ടാമത്തത്, നമ്മുടെ അജ്ഞതയെ സൂചിപ്പിക്കുന്നു. ഇഗ്നറൻസ് ഓഫ് സിൻ. ആ അജ്ഞത നമ്മുടെ പാപത്തെ ലഘുവാക്കുകയല്ല, പക്ഷേ അജ്ഞത അത് കൾപ്പബിളായിട്ട്, അത് കുറ്റമായിട്ട് മാറുന്ന അജ്ഞത. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അവർക്കറിഞ്ഞുകൂടാ എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവർക്കറിഞ്ഞുകൂടാ. അത് നമ്മുടെ ആത്മീയ അന്ധകാരത്തെ, അവർ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്സിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് ലീഹ ഇതേ ആശയം അപ്പസ്തോല പ്രവർത്തനത്തിൽ പറയുന്നുണ്ട്. ആക്ട്സ് ഓഫ് അപ്പോസിൽസ് ചാപ്റ്റർ 3 വേഴ്സ് 17. There Peter also mentions the ignorance of the people who has crucified Jesus. Acts 3:17. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 17-ാം വാക്യം. അപ്പസ്തോല പ്രവർത്തനം 3:17. സഹോദരരെ, നിങ്ങളുടെ നേതാക്കളെ പോലെ തന്നെ നിങ്ങളും അജ്ഞത മൂലമാണ് ഇങ്ങനെ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയാം. യു ആക്റ്റഡ് ഔട്ട് ഓഫ് യുവർ ഇഗ്നറൻസ്. അപ്പോൾ നമ്മുടെ അജ്ഞതയെ ഇവിടെ നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തത്, നമ്മൾ ഓർക്കരുത് 2000 വർഷം മുമ്പ് കുരിശിൽ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദാറ്റ് വാസ് എ പാസ്റ്റ് ഇവന്റ്, an event happened 2000 years back എന്ന് വിചാരിക്കരുത്. ദാറ്റ് ഇസ് an eternal intercession. ഈശോ കുരിശിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നിത്യമായ മാധ്യസ്ഥ്യമാണ്. എന്നേക്കുമായി നമ്മുടെ പാപങ്ങളെ പ്രതി കർത്താവ് നമുക്ക് വേണ്ടി കരുണ പിതാവിൽ നിന്ന് വാങ്ങിച്ചു തരികയാണ്. നിത്യതയിൽ അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇറ്റേണൽ ഇൻ്റർസെസറായിട്ട്, നിത്യമധ്യസ്ഥനായി കർത്താവ് മാറുകയാണ്. പ്രയർ ഓൺ ദ ക്രോസ് സ്റ്റിൽ കണ്ടിന്യൂ. അങ്ങനെ ധ്യാനിച്ചേ, പ്രയർ ഓൺ ദ ക്രോസ്, കുരിശിലെ ആ പ്രാർത്ഥന ഇന്നും തുടരുന്നു. അതാണ് ഹെബ്രായ ലേഖനം. ബൈബിൾ എടുക്കാം, ലെറ്റേഴ്സ് ടു ദ ഹീബ്രൂസ്. ഹെബ്രായ ലേഖനം 7-ാം അധ്യായം ചാപ്റ്റർ 7 വേഴ്സ് 25. ഹെബ്രായർ 7:25. ഇങ്ങനെയാണത്: തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. ഹീ ഈസ് ദ ഇറ്റേണൽ വൺ ആൻഡ് ഹീ ഈസ് ദ ഇറ്റേണൽ ഇൻ്റർസെസർ. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി എന്നേക്കും മാധ്യസ്ഥ്യം വഹിക്കുന്നു. ഹീ ഈസ് ദ ഇറ്റേണൽ വൺ ആൻഡ് ഹീ ഈസ് ദ ഇറ്റേണൽ ഇൻ്റർസെസർ. നിത്യമധ്യസ്ഥനാണ് കർത്താവ്. ഇന്നും കുരിശിലെ നിലവിളി മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നുവെന്ന്, ഇന്നും കുരിശിലെ നിലവിളി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരോട് പൊറുക്കണേ, അവൻ്റെ പീഠാനുഭവങ്ങളുടെ യോഗ്യതകളാലെ നമ്മളോട് പൊറുക്കണമേ എന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും മാധ്യസ്ഥ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് പിതാവിൻ്റെ സന്നിധിയിൽ. പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത്, അഗസ്തിനോസ് പുണ്യാളൻ പറയുന്ന ഒരു സെൻറ്റൻസ് അതുപോലെ വായിച്ച് കേൾപ്പിക്കാം. ഒറ്റ കേൾവിയിൽ മനസ്സിലാകണമെന്നില്ല, വീണ്ടും വീണ്ടും കേൾക്കുകയോ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുക. The blood of Christ was shed for those who shed it. The blood of Christ was shed for those who shed it. അവൻ്റെ രക്തമൊഴുക്കിയവർക്ക് വേണ്ടിയാണ് അവൻ്റെ രക്തമൊഴുകിയതെന്ന്. The blood of Christ was shed for those who shed it. അവൻ്റെ രക്തം ഒഴുകാൻ കാരണമായവർക്ക് വേണ്ടിയാണ്, അവർക്ക് വേണ്ടി കൂടിയാണ് അവൻ്റെ രക്തം ഒഴുകിയത്. ആരാണോ അവരെ പീഡിപ്പിച്ചത്, ആ പീഡകരെ തന്നെ ആ രക്തം സാങ്ക്ടിഫൈ ചെയ്യുന്നുവെന്ന്. അത് സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതാണ് അപ്പസ്തോല പ്രവർത്തനം, ആക്ട്സ് ഓഫ് അപ്പോസിൽസ് നമ്മൾ കാണുന്നുണ്ട്. അവനെ പീഡിപ്പിച്ചവരുടെ മാനസാന്തരം, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആ ഭാഗം വായിക്കാം. ഇതിൻ്റെ ഫലമായിട്ട് അവൻ്റെ പീഡിപ്പിച്ചവരുടെ മാനസാന്തരം നമ്മൾ കാണുന്നുണ്ട്. അടുത്തത് ജോൺ ക്രിസോസ്റ്റോം പിതാവ്. ഇന്നലെ ജോൺ ക്രിസോസ്റ്റോം പിതാവിനെ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടവരുണ്ട്. അയ്യോ, ജോൺ ക്രിസോസ്റ്റോം പിതാവിനെ വിട്ടുകളയരുത്. ജോൺ ക്രിസോസ്റ്റോം പിതാവ് പറയുന്നത്, കുരിശിൽ അവൻ ആരെയും ശപിച്ചില്ല. ഒരുപക്ഷെ ജോൺ ക്രിസോസ്റ്റോം പിതാവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പീഡനത്തിൻ്റെ നടുവിലും ഹി വാസ് സ്റ്റിൽ ദ സേവിയർ, ഹി വാസ് സ്റ്റിൽ ദ ക്രൈസ്റ്റ്. അവനൊരു മനുഷ്യഭാവമുണ്ട്, ഹ്യൂമൻ സൈഡുണ്ട്. പക്ഷെ എപ്പോഴും നമ്മുടെ ക്വാളിറ്റി അളക്കുന്നപ്പോഴാണ് കേട്ടോ, നമ്മുടെ ക്വാളിറ്റി വെളിപ്പെടുന്ന അവിടെ. എല്ലാം ചുറ്റുമുള്ളത് നന്നായിരിക്കുമ്പോൾ നമ്മൾ നന്നായി ബിഹേവ് ചെയ്യുന്നത്, എനിവൺ ക്യാൻ ഡൂ ദാറ്റ്. ചുറ്റുമുള്ളതെല്ലാം
നമുക്ക് വിപരീതമാകുമ്പോൾ, നമുക്കെതിരാകുമ്പോൾ ആ നേരത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പേരാണ് നമ്മുടെ ക്വാളിറ്റി. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ആരെയും ശപിച്ചില്ല, മറിച്ച് അവൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് സ്നേഹത്തിൻ്റെ വിജയം. There love celebrates its victory. അവിടെ സ്നേഹം അതിൻ്റെ വിജയം ആഘോഷിക്കുന്നു. അതാണ് ശുദ്ധ സ്നേഹം. നമുക്കും പ്രാർത്ഥിക്കണം, കർത്താവേ, കാര്യങ്ങൾ തകിടം മറിയുമ്പോഴും വെറുപ്പ് ഞങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. അതാണ് ക്രിസോസ്റ്റം പിതാവ് പഠിപ്പിക്കുന്നത്. എഫ്രൈം പിതാവ്, സുറിയാനി സഭാപിതാവായ എഫ്രൈം പിതാവ് പഠിപ്പിക്കുന്ന കാര്യം, ദ ക്രോസ് became the tree whose fruit is forgiveness. കുരിശുമരത്തിൻ്റെ ഫലം ക്ഷമയാണ്. The cross becomes the tree whose fruit is forgiveness. അന്ന് ഏദനിലെ വൃക്ഷത്തിൻ്റെ ഫലം ശാപമായി മാറിയെങ്കിൽ ഇവിടെ കുരിശുമരത്തിൻ്റെ ഫലം നമുക്ക് അനുഗ്രഹമായിട്ട് മാറുന്നു. അത് forgiveness ആണ്, ക്ഷമിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ പഠിപ്പീര് CCC 598 പഠിപ്പിക്കുന്നത്, all sinners were authors of Christ's passion. നമ്മൾ ഓർക്കരുത് അന്ന് വട്ടം കൂടി നിന്നവരാണ് കർത്താവിൻ്റെ പീഡയ്ക്ക് കാരണമെന്ന്. അല്ല, എല്ലാ പാപികളും അവൻ്റെ പീഡാസഹനത്തിൻ്റെ കാരണക്കാരാണ്, കോൺട്രിബ്യൂട്ടേഴ്സാണ്. കാരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ കുരിശിൽ മരിച്ചത്. നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ കുരിശു മരണത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ആ കുരിശിൽ നിന്നൊഴുകുന്ന കരുണ നമ്മളിലേക്കും എത്തുന്നുണ്ട്. ഇത് അപ്പ് ആൻഡ് ഡൗൺ ഇതാണ്. നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ ആ കരുണ, പീഡകർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചെങ്കിൽ അവൻ നമുക്ക് വേണ്ടി കൂടിയാണ് പ്രാർത്ഥിച്ചതെന്ന് ഓർക്കണേ. CCC 2844 അവിടെ നമ്മൾ കാണുന്നത്, ക്രിസ്ത്യൻ പ്രെയർ എക്സ്റ്റെൻഡ്സ് ടു ദ ഫോർഗിവ്നെസ് ഓഫ് എനിമീസ്. ക്രിസ്തീയ പ്രാർത്ഥനാ ശൈലി ശത്രുക്കളോട് ക്ഷമിക്കുന്ന പ്രാർത്ഥനയുടെ ശൈലിയായിരിക്കണം. തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചെങ്കിൽ ഇന്നും നമ്മുടെ പീഡകരോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കുന്ന ശൈലി ക്രിസ്തീയ പ്രാർത്ഥനയുടെ തനതുഭാവമാണെന്ന് തിരിച്ചറിയുക. ജോൺ പോൾ II മാർപ്പാപ്പ പഠിപ്പിക്കുന്നു, മോസ്റ്റ് പ്രൊഫൗണ്ട് റെവലേഷൻ ഓഫ് മേഴ്സി ക്യാൻ ബി ഫൗണ്ട് ഓൺ ദ ക്രോസ്. കുരിശിലാണ് ദൈവത്തിൻ്റെ കരുണയുടെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ നടക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ അതിൻ്റെ ഫലം പിന്നീട് വെളിപ്പെടുകയാണ്. നമ്മൾ ഇന്ന് ക്ഷമിച്ചു പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം പിന്നാലെ കാണാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മിച്ചമുണ്ടെങ്കിൽ, നിങ്ങളെ പീഡിപ്പിച്ചൊരാളെ ഇപ്പോഴും വെറുപ്പോടെ ഓർക്കുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചു പ്രാർത്ഥിക്ക്. അതിൻ്റെ നന്മ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരും. അതാണ് ആക്ട്സ് ഓഫ് ദ അപ്പോസിൽസ്, അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 36-37 വാക്യങ്ങൾ. ആക്ട്സ് ഓഫ് അപ്പോസിൽസ് ചാപ്റ്റർ 2 വേഴ്സസ് 36 and 37 ഇങ്ങനെയാണത്. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച ഈശോയെ ദൈവം കർത്താവും മിശിഹായുമാക്കി ഉയർത്തിയെന്ന് ഇസ്രായേൽ ജനം മുഴുവൻ വ്യക്തമായി അറിയട്ടെ. പത്രോസ്ലീഹ പറഞ്ഞു കൊടുക്കുകയാണ് ജനത്തോട്, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന കർത്താവിനെ മിശിഹായായി ദൈവം ഉയർത്തി എന്ന് നിങ്ങൾ അറിയുക. അത് കേട്ടപ്പോൾ, ആ പ്രസംഗം കേട്ടപ്പോൾ റെസ്പോൺസ് ആണ് 37-ാമത്തെ വാക്യം. ഇത് കേട്ടപ്പോൾ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന, അപ്പോൾ അവരുടെയൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെന്ന്. അതിന് ബാക്കിയായിട്ട് പിന്നെ വരികയാണ്, ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ മാനസാന്തരം ആരംഭിക്കുകയാണ്, കൺവേർഷൻ ആരംഭിക്കുകയാണ്. 3000 പേരാണ് മാമോദിസ സ്വീകരിച്ചത്. ക്ഷമിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അത് അനുഗ്രഹമായി, അത് കരുണയായി ഒഴുകിയിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതായത് വെറുപ്പിൻ്റെ ചങ്ങലയെ കർത്താവ് കുരിശിൽ തകർക്കുകയും കരുണയുടെ പരസ്പരം ക്ഷമിക്കുന്നതിൻ്റെ സ്നേഹത്തിൻ്റെ ചങ്ങലയ്ക്ക് അവൻ തുടക്കമിടുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലും വെറുപ്പിൻ്റെ ചങ്ങല നമ്മളിലൂടെ കടന്നു പോകാൻ അനുവദിക്കരുതേ. നമ്മുടെ ഇന്നത്തെ വെറുപ്പ് മറ്റൊരാളിലേക്ക് ആ വെറുപ്പ് പടരും. ആ ചങ്ങലയെ ഇന്നിവിടെ തകർക്കാൻ, കർത്താവ് കുരിശിൽ വെറുപ്പിൻ്റെ ചങ്ങലയെ തകർത്തതുപോലെ ആ ചങ്ങലയെ ഇന്നിവിടെ തകർക്കാൻ നമുക്കും കഴിയണം. ഒരുപക്ഷെ ഈ മാർഗം സീരീസിൽ നമ്മൾ ഏറ്റവും ചലഞ്ച് ചെയ്യുന്ന ഒന്നാണിത്. നമുക്ക് ഏറ്റവും പെയിൻ തരുന്ന ഒന്നാണ്. ക്ഷമിക്കാൻ പറ്റുമോ? കർത്താവ് കുരിശിൽ കിടന്ന നിലവിളി ഉയർത്തിയത് നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയായി, ചലഞ്ചായിട്ട് നിൽക്കുകയാണ്. നിന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ പറ്റുമോ? അങ്ങനെ ക്ഷമിക്കുമ്പോഴാണ് മാർഗത്തിൻ്റെ വഴിയെ നമ്മൾ നടക്കുന്നത്, മിശിഹായുടെ വഴിയെ നമ്മൾ നടക്കുന്നത്. ഇന്ന് ഈ മാർഗം എപ്പിസോഡിൽ ഇത് തീരുമ്പോൾ ഒരല്പനേരം ശാന്തതയോടെ സ്വസ്ഥതയോടെ ഇരുന്ന് ഒരാളോട് ഒന്ന് പൊറുക്കാൻ, മനസ്സുകൊണ്ടൊന്ന് പൊറുക്കാനെങ്കിലും ഒരു പ്രാർത്ഥന അയാൾക്ക് വേണ്ടി ഉയർത്താൻ നമുക്ക് കഴിയട്ടെ. നമ്മൾ ദ്രോഹിച്ചവർ, നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മുടെ കണ്ണീര് വീഴ്ത്തിയവർ ഒട്ടനവധി പേരുണ്ട്. അവർക്ക് വേണ്ടി നമുക്കൊന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കാം. കാരണം കുരിശിൽ മുഴങ്ങിയ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഞാനുമുണ്ട്.
കുരിശിൽ മുഴങ്ങിയ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഞാനുമുണ്ട്. അവളോട് ക്ഷമിക്കണേ, എനിക്ക് വേണ്ടി കൂടിയാണ്, നമുക്ക് വേണ്ടി കൂടിയാണ്. അവൻ ചെയ്യുന്നതെന്തെന്ന് അവൻ അറിയുന്നില്ല, അവൾ അറിയുന്നില്ല. ഇന്നും നമുക്ക് വേണ്ടി കുരിശിൽ നിത്യമായി പ്രാർത്ഥിക്കുന്ന കർത്താവിനെ ഓർത്ത് ആ കരുണയുടെ പാത്രമായി നമ്മളിൽ നിന്ന് കരുണ ഒഴുകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, സ്ലീവായിൽ പീഡനത്തിൻ്റെ പാരമ്യത്തിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനെ, നിന്റെ കരുണയെ സ്ലീവായിൽ നിന്ന് സ്വീകരിക്കുവാൻ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളുടെ മേലും കൃപ ചൊരിയണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.